ഹലോ മക്കളെ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രഡിക്ഷൻ എവിടെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഇതുവരെയുള്ള എക്സാംസിന് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്ത സമയത്ത് നിങ്ങൾ ഉത്തരം എവിടെ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നില്ലേ? നിങ്ങൾക്ക് ഉത്തരം കിട്ടാതെ നിങ്ങൾ ഇങ്ങനെ കുറേ അന്വേഷിച്ചില്ലേ? അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു പ്രശ്നമേ ഇല്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യനും ഉത്തരവും ഒരുമിച്ചാണ് തരുന്നത്. നിങ്ങൾക്ക് വേറെ ആരെയും ഹെൽപ്പ് വേണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീട്ടിൽ ഇരുന്ന് പഠിച്ചാൽ മതി. ഓക്കെ, തരുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക, അതിന്റെ ഉത്തരവുണ്ട്. നിങ്ങൾക്ക് ഡിസ്കോഴ്സ് ഐറ്റംസ് ഉണ്ട്, നിങ്ങൾക്ക് ഗ്രാമർ ഉണ്ട്, കംപ്ലീറ്റ് ഗ്രാമർ വരുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിനകത്ത് തന്നെ ഗ്രാമറിനകത്ത് നോട്ടിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം തരുന്നുണ്ട്. ഇനി ഞങ്ങൾ ഇതുവരെ ചെയ്യാത്ത വീഡിയോസ് എല്ലാം നാളെ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നിന് പറയുക ഒന്നായിട്ട് നാളെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് റെസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ എന്ത് ചെയ്യാം, കാണാം. നമുക്ക് വീഡിയോസ് എന്ന് പറയുമ്പോൾ 5 മിനിറ്റ് 6 മിനിറ്റ് അത്രയും ടൈം ഉണ്ടാവത്തുള്ളൂ മാക്സിമം ഡ്യൂറേഷൻ. ഗ്രാമർ വീഡിയോസ് മാത്രം ഒരല്പം ലെങ്തി ആയിരിക്കും. അത് നമുക്ക് അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് പ്രഡിക്ഷനിലോട്ട് എന്ത് ചെയ്യാം, പോവാം. ഒരു കാര്യം കൂടെ പറയാം, നമ്മൾ റോഡ് ടു 100K ആണ്. നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ശനിയാഴ്ചത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്തുള്ളത് നിങ്ങൾക്ക് തരുവാണ്. നിങ്ങൾ എന്ത് ചെയ്തോ, പഠിച്ചോ, നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങിച്ചോ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാടാ. അപ്പോൾ നോക്കിയേ, the garlands wither on your brow, then boast no more your mighty deeds. Upon death's purple altar now, see how the victim bleeds. നമുക്കറിയാം കവിത ഏതാണെന്ന് നിങ്ങൾക്കറിയാം. ഡെത്ത് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം അത് ഡെത്ത് ദി ലെവലർ ആണ്. ഇനി ആരാണ് എഴുതിയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം അത് ജെയിംസ് ഷേർലി ആണ്. ഇനി അടുത്ത ഇതിൽ പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെത്ത്സ് പർപ്പിൾ ഓൾട്ടർ എന്ന് പറയുന്നത് അവിടെ ഏത് പോയിട്ട് ഡിവൈസ് ആണ് എന്ത് ചെയ്യുന്നത് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഫിഗർ ഓഫ് സ്പീച്ച് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒരുപാട് തവണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഡെത്ത്സ് പർപ്പിൾ ഓൾട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ മെറ്റഫർ ആണ് വരുന്നത്. ഓക്കെ, ഡെത്ത്സ് പർപ്പിൾ ഓൾട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്ടാ മെറ്റഫർ ആണ്, കമ്പാരിസൺ ആണ്. അപ്പോൾ അത് മെറ്റഫർ ആണ് വരുന്നത്. ഓക്കെ, ഇനി ഈ ഡെത്ത്സ് പർപ്പിൾ ഓൾട്ടർ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട് കണ്ടോ. വാട്ട് ഡസ് ഡെത്ത്സ് പർപ്പിൾ ഓൾട്ടർ റെഫർ ടു? എന്തിനാണ് ഡെത്ത്സ് പർപ്പിൾ ഓൾട്ടർ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, ഈ ആൾട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അൾത്താര എന്ന് പറയും. അൾത്താര എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ യാഗങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് അല്ലേ. അപ്പോൾ ഈ ഡെത്തിന്റെ ഈ ഒരു അൾത്താരയിൽ ആൾട്ടറിൽ എത്തുന്ന സമയത്ത് അവിടെ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഈക്വൽ ആക്കപ്പെടുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ട് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കംപ്ലീറ്റ് ഇതിനകത്തുണ്ട്. നിങ്ങൾ വേറെ ഒരു ഡൗട്ടും നിങ്ങൾക്ക് ഉണ്ടാകേണ്ട, കംപ്ലീറ്റ് ആൻസർ ഉണ്ട്. ഇതിൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടോ അത്രയും ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ PDF-നകത്ത് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് സമയം എന്ത് ചെയ്യേണ്ട കളയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുന്നത് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നിങ്ങൾ പഠിച്ചു വെച്ചോ കേട്ടോ, നല്ല ചാൻസ് ഉള്ള സാധനമാണേ. ഓക്കെ, ഇനി അടുത്ത് നോക്കും. It is not surprising that this astonishingly vital man, full of self-confidence and an unusual kind of power, standing for equality and freedom for each individual, fascinated the masses of India and attracted them like a magnet. ഇന്ത്യക്കാരെ എന്താണ്, ഒരു മാഗ്നറ്റ് പോലെ ഇങ്ങനെ വലിച്ചടുപ്പിച്ച ആൾ ആരായിരുന്നു മക്കളെ, നമുക്കറിയാം. ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറയുന്ന നെഹ്റുവിന്റെ എന്താണ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പൊ നമുക്കറിയാം ആരാണത്, ഗാന്ധിജിയാണ്. ഓക്കെ, അപ്പൊ അവിടെ പറയുന്ന ഹു ഈസ് ദ മാൻ മെൻഷൻഡ് ഇൻ ദിസ് പാസേജ്, ഇവിടെ പറയുന്ന മനുഷ്യൻ ആരാണ്, ആ ഇന്ത്യക്കാരെ മാഗ്നറ്റ് പോലെ എന്ത് ചെയ്യുന്ന വലിച്ചടിപ്പിച്ച, അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ മനസ്സിലൊരു സൈക്കോളജിക്കൽ ചേഞ്ച് കൊണ്ടുവന്ന ഒരു വ്യക്തി, ശത്രുക്കളെയും മിത്രങ്ങളെയും ഒരേപോലെ അട്രാക്ട് ചെയ്ത വ്യക്തി ആരായിരുന്നു മക്കളെ, അത് ഗാന്ധിജിയാണ്, നമുക്കറിയാം. ഓക്കെ, അടുത്ത വാട്ട് കൈൻഡ് ഓഫ് അൺയൂഷ്വൽ പവർ ഡസ് ഹി ഹാവ്, എങ്ങനത്തെ അൺയൂഷ്വൽ പവർ ആണ് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത്. അടുത്ത് എന്താണ്, പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദ എബോവ് ലൈൻ വിച്ച് മീൻസ് ഫുൾ ഓഫ് എനർജി. ഫുൾ ഓഫ് എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന വാക്ക് വൈറ്റൽ മാൻ, അതിൽ വൈറ്റൽ എന്ന് പറയുന്ന വാക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അടുത്ത ഫ്രം വിച്ച് ലെസൺ ഈസ് ദിസ് പാസേജ് ടേക്കൺ, എവിടെ മക്കളെ എടുത്തിട്ടുള്ളത്, ഹു ഈസ് ദ ഓതർ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ ഗാന്ധി കെയിം ആണ് നമുക്കറിയാം. ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ബുക്കിനകത്ത് നിന്നുള്ളതാണ്, നമുക്കത് അറിയാം. ഓക്കെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല മക്കളെ. അടുത്ത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ 2 മാർക്കിനോ 3 മാർക്കിനോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. അതായത് അഡ്വൈസ് എഴുതാൻ വേണ്ടി ചോദിക്കുന്നു. നോക്കിക്കോ, ഇമാജിൻ ദ വേർഡ്സ് ദാറ്റ് ദ മദർ ഓഫ് ദ യങ് സീഗൾ കുഡ് യൂസ് ടു മോട്ടിവേറ്റ് ഹിം ടു ഫ്ലൈ. ഓക്കെ, യങ് സീഗളിന്റെ മദർ അതിനെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. റൈറ്റ് 2 സെന്റൻസസ് ഫോർ ദ മദർ. അമ്മ കൊടുക്കാൻ സാധ്യതയുള്ള അഡ്വൈസ് 2 എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. എങ്ങനെ തുടങ്ങണമെന്നും ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ വന്നിട്ടുണ്ട്, അങ്ങനെ നമ്മൾ തുടങ്ങിയാൽ മതി. ഓക്കെ, യു മേ ബിഗിൻ ലൈക്ക് ദിസ്. ഓക്കെ, അപ്പൊ യു ഷുഡ് റിയലി, യു ഔട്ട് ടു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഷുഡ് കണ്ടോ മക്കളെ, നിങ്ങൾ ഷുഡ് കണ്ടു. ഓക്കെ, ഈ ഔട്ട് കണ്ടോ മക്കളെ, ദെൻ ഷുഡ്. ഓക്കെ, അതായത് വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഓക്കെ, മസ്റ്റ്, ഇതെല്ലാം മൊഡാൽ ഓക്സിലറീസ് ആണ്. അപ്പോൾ ഈ മൊഡാൽ ഓക്സിലറീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനുശേഷം എഴുതേണ്ട വെർബ് ബേസ് ഫോം ആണ്. എന്താണ് എഴുതേണ്ടത്, വെർബിന്റെ ബേസ് ഫോം ആണ്. V1 ബേസ് ഫോം ആണ്, ഡു ഫോം ആണ്. ഈറ്റ്, ഈറ്റ്സ് രണ്ടും V1 ആണ്. അതിൽ ബേസ് ഫോം ഏതെന്ന് ചോദിച്ചാൽ ഈറ്റ് ആണ്. പ്ലൂറൽ ഫോം ആണ് വെർബിന്റെ ബേസ് ഫോം.
അപ്പൊ നമ്മൾ എപ്പോഴും ഈ ഷുഡോ വുഡോ വില്ലോ ഷാളോ ക്യാനോ മേയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം എഴുതേണ്ട വെർബ് ഏതാണ്ടാ V1 ആയിരിക്കണം. V1 അത് പ്ലൂറൽ ആയിരിക്കണം, അത് ബേസ് ഫോം വെർബ്. നിങ്ങൾ അത് ശ്രദ്ധിക്കുക, അത് ശ്രദ്ധിച്ച് ബാക്കി എന്ത് ചെയ്യുക, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക മക്കളെ. അടുത്ത യു ഔട്ട് ടു. ഇനി നിങ്ങൾ ടു കണ്ടു കഴിഞ്ഞാൽ അതിനുശേഷം എഴുതേണ്ട സെയിം ആണ്, V1 ആണ്, ബേസ് ഫോം ആണ് എഴുതേണ്ടത്. നമുക്ക് 2 മാർക്ക് കിട്ടിയില്ലേ? അവിടെ ആ വെർബ് എങ്ങനെ എഴുതണം എന്നുള്ളതാണ് അവിടുത്തെ കളി എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് എന്ത് വേണം എഴുതാം, ഓക്കെ, എന്ത് ചവറാണ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ മാർക്ക് ചെയ്യും. പക്ഷെ വെർബ് കറക്റ്റ് ഫോം ആയിരിക്കണം, അവിടെ ബേസ് ഫോം ആയിരിക്കണം. അഡ്വൈസ് എഴുതാൻ നിങ്ങൾക്ക് ഉണ്ടാവും, ഓക്കെ. അതിപ്പോൾ ഈ ചാപ്റ്റർ എന്നുള്ളതല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും വേറൊരു സിനാരിയോ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യും, നിങ്ങൾക്ക് അഡ്വൈസ് എഴുതേണ്ട ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണും, ഓക്കെ. അപ്പം നിങ്ങൾക്ക് അത് വരും. അത് കഴിഞ്ഞിട്ട് നോക്കിക്കോ, ഇത് കോൺകോഡ് അഥവാ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എന്ന് പറയുന്ന പോർഷനകത്തുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓക്കെ. മസ്റ്റായിട്ട് പഠിക്കണം. ഞാൻ നാളെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, നാളെ നിങ്ങൾക്ക് ചാനലിൽ വീഡിയോ വരും. ഈസി ആണ്, ഞാൻ പറയുന്ന സാധനങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ 8 miles a day is not a short distance. ഇതിൽ ഈസ് ഉണ്ട്, ആറുണ്ട്, നമുക്ക് ഓപ്ഷൻ തരും ഇതിൽ, ഓക്കെ. അപ്പൊ ഇവിടെ 8 miles ഡിസ്റ്റൻസ്, എമൗണ്ട്, ക്വാണ്ടിറ്റി, വെയിറ്റ്, ഹൈറ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ പറയുമ്പോഴത്തേക്കും നമ്മൾ സിംഗുലർ വെർബാണ് അതിനുശേഷം ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്താ ഈസ് വരും. അടുത്താണ് സൈക്ലിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ്, ഡേഷ് ഇറ്റ് ഹെൽപ്സ് യു സേവ് മണി, ഓക്കെ. ഇത് ഏതാണ് മക്കളെ? ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ കൊഹീസീവ് ഡിവൈസ് ആണ്, ഇത് നാളെ തരും. അപ്പൊ സൈക്ലിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ്. ദെൻ അത് കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഹെൽപ്സ് യു സേവ് മണി, നല്ലൊരു എക്സസൈസും ആണ്, പണം എന്താണ് സേവ് ചെയ്യാനും സഹായിക്കുന്നു. എന്ത് പറയാം, ഹവർ ആണോ മോർ ഓവർ ആണോ, അതിലുപരി എന്നുള്ള അർത്ഥമാണ്, നമുക്ക് മോർ ഓവർ കൊടുക്കാം, ഓക്കെ. അപ്പം ഈ കോസി ഡിവൈസ് എന്ത് ചെയ്യുന്നുണ്ട്, നാളെ നിങ്ങൾക്ക് വരുന്നുണ്ട്. ദെൻ അടുത്ത് APJ അബ്ദുൽ കലാം, ഓക്കെ, അദ്ദേഹമായിട്ട് എന്ത് ചെയ്യുന്നതിന് ഇന്റർവ്യൂ, ഓക്കെ, നടത്തുന്നതിന് വേണ്ടി 2 ചോദ്യം ചോദിക്കാൻ. ഇതിപ്പോ ആരെ വേണം വരാം കേട്ടോ, ഏതൊരു ഇപ്പോൾ പേഴ്സണാലിറ്റി വേണമെങ്കിൽ വരാം. ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ച് വ്യക്തി തന്നിട്ട് അയാളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ പറയാം. അല്ലെന്നുണ്ടെങ്കിൽ നോർമലി നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള ഏതെങ്കിലും ഒരു പേഴ്സണെ ഇന്റർവ്യൂ ചെയ്യാം, ഫേമസ് ആയിട്ടുള്ള പേഴ്സണെ ഇന്റർവ്യൂ ചെയ്യാൻ വേണമെങ്കിൽ പറയാം. അല്ലെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പാഠത്തിൽ പഠിച്ച ഏതെങ്കിലും ഒരാളെ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി, സ്റ്റീഫൻ ഹോക്കിങ്ങിനെയോ അതുപോലെ APJ അബ്ദുൽ കലാമിനെയോ അങ്ങനെ ആരെയും, ഹസനെയോ AJ ക്രോണിനെയോ ആരെയും എന്ത് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ വരാം, ഓക്കെ. സെറ്റാണ്, ഓക്കെ. ഇനി അടുത്ത റിപ്പോർട്ടർ സ്പീച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ഉറപ്പായിട്ടും കാണും. ഇനി അതേപോലെ തന്നെ ഞാൻ ഇനി 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം, ഓക്കെ. ഞാനിത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഉണ്ട് മക്കളെ, ഇങ്ങനെ കൊണ്ടേയിരിക്കും, ഓക്കെ. അപ്പോൾ നമുക്കത് ടൈം ഇങ്ങനെ വേസ്റ്റ് അല്ലേ. ഇതാ ഇഫ് ക്ലോസ്, അടുത്ത് നിങ്ങൾ നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന സാധനമാണ് ഇഫ് ക്ലോസ്, ഓക്കെ. ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും, വളരെ ഈസിയാണ്. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ആവുന്ന നാളെ രാവിലെ, ഓക്കെ. വളരെ ഈസിയാണ്. നമുക്ക് 3 കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മിനിമം 2 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിച്ചെടുക്കാൻ പറ്റും. നമുക്ക് വേണം മാർക്ക്, നമുക്ക് വേണം, നമ്മൾ പഠിക്കും, നമ്മൾ മാർക്ക് മേടിക്കും. അടുത്ത സാധനം, ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ ആൻഡ് ട്രീറ്റ് ദോസ് 2 imposters ജസ്റ്റ് ദ സെയിം. ഇവിടുന്ന് പലപ്പോഴും ചോദിച്ചിട്ടുള്ള സാധനമാണ് ഈ 2 imposters എന്ന് പറയുന്നത് ആരെയാണെന്ന്, ഓക്കെ. ഇവിടെ തന്നെ പറയുന്നത് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ ആണെന്ന് പറയുന്നത് ആ 2 imposters എന്ന് പറയുന്നത്, ഓക്കെ. അപ്പൊ നമ്മൾ ട്രയംഫ് ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ രണ്ടും എന്ത് ചെയ്യുക, ഒരേപോലെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഇപ്പോൾ എന്താണ് ഒരു പരാജയം ഉണ്ടാകുമ്പോൾ നെഞ്ചു തളിച്ച് കരഞ്ഞ് അവിടെ കിടന്ന് വിളിച്ച് ബഹളമൊന്നും ഉണ്ടാക്കരുത്. സന്തോഷം വരുമ്പോഴത്തേക്ക് അവിടെ കിടന്ന് എന്താണ് നിലവിളിച്ച്, അതേപോലെ എന്താണ് ആഹ്ലാദ പ്രകടനം കാണിച്ച് ഒരുപാട് സന്തോഷം പ്രകടിപ്പിക്കാനും പാടില്ല, രണ്ടിനെയും ഒരേപോലെ കാണുക, ഓക്കെ. ഇനി അടുത്ത് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റൻ എന്ന് പറയുമ്പോഴത്തേക്കും, ഇനി ഇതിനകത്തുണ്ട് സാധനം, ഓക്കെ. ഞാൻ സ്ക്രോൾ ചെയ്ത് പോയി പറയുന്നില്ല. ഇപ്പോൾ നമുക്ക് എങ്ങനെ യുണീക്ക് ആവാം, ഓക്കെ, നമുക്ക് എങ്ങനെ യുണീക്ക് ആവാം എന്നുള്ളൊരു സാധനം അബ്ദുൽ കലാം പറയുന്നുണ്ട്. ആ ഒരു ക്വസ്റ്റൻ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനകത്തുണ്ട്, ഓക്കെ. അതേപോലെ തന്നെ നമ്മുടെ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ അപ്പം ക്യാരക്ടർ സ്കെച്ച്, ഇപ്പം എൻ്റെ ഒരു പ്രഡിക്ഷനിൽ വരാൻ ചാൻസ് ഉള്ളത് 2 തവണ, അതായത് കഴിഞ്ഞ തവണയും അതിന് മുന്നത്തെ തവണയും വന്നത് ഹസനാണ്, ഓക്കെ. നിങ്ങളുടെ മോഡൽ എക്സാമിന് വന്നത് മാഗിയാണ്. അപ്പോൾ ഞാനൊരു 3 ഓപ്ഷൻ തരാം, ഇതിനകത്തുനിന്ന് എന്തായാലും വരും, ഓക്കെ. ഒന്നുകിൽ മാഗി, അല്ലെങ്കിൽ ഹസൻ, അല്ലെങ്കിൽ ഗുപ്ത. എൻ്റെ ഒരു മനസ്സിൽ കൂടുതൽ ഞാൻ പോസിബിലിറ്റി കൊടുക്കുന്നത് ഗുപ്തയ്ക്കാണ്. ഗുപ്തയ്ക്കും അതേപോലെ മാഗിക്കും ഞാൻ ഇങ്ങനെ മാറി മാറി പോസിബിലിറ്റി കൊടുക്കുന്നുണ്ട്. കാരണം ഹസൻ 2 തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, 2 തവണ ചോദിച്ചതുകൊണ്ട് ഇപ്രാവശ്യം ചോദിക്കാൻ ചാൻസ് ഞാൻ കൊടുക്കുന്നില്ല. കാരണം കഴിഞ്ഞ തവണയും അതിൻ്റെ മുന്നത്തെ തവണയും ചോദിച്ചത് ഹസനായിരുന്നു. ഇനി അതേപോലെ തന്നെ പോയത്തിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രദേശൻ, അത് ചിലപ്പോൾ നിങ്ങൾക്ക് മോഡൽ എക്സാമിന് ത്രൂ ഔട്ട് കമ്പാരിസൺ എന്ന് പറയാൻ തന്നില്ല, അല്ലാതെ തന്നെ പോയിന്റ് തന്നതാണ്, ഓക്കെ. നമുക്കത് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ദെൻ ഇപ്പോൾ എന്ത് പറയാം, നമ്മുടെ ഒന്നെങ്കിൽ ഇഫ് അല്ലെങ്കിൽ ഡെത്ത് ലെവലർ, ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും നിങ്ങൾക്ക് അഥവാ കമ്പാരിസൺ വന്നു കഴിഞ്ഞാൽ പോയതിൽ വരുന്നത്, ഓക്കെ. അപ്പോൾ അത് ഇനി അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം, ഈ നമ്മുടെ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൽഫ് കോൺഫിഡൻസും കറേജും എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം, മക്കളെ പഠിക്കണം. ആ ഒരു ബേസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ നിങ്ങൾ കാണും. അതേപോലെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു ക്വസ്റ്റൻ ആണ് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. എങ്ങനെയാണ് ഇന്ത്യയിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സിസ്റ്റം ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം.
ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ജനറൽ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും ഉണ്ടാവും. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഏതെങ്കിലും ഒരു കോമൺ ജനറൽ ഒരു പ്രോബ്ലത്തെ കുറിച്ച് ഒരു ലെറ്റർ, ലെറ്റർ ടു ദി എഡിറ്റർ, ഒരു ന്യൂസ് പേപ്പറിന്റെ എഡിറ്ററിന് ഒരു ലെറ്റർ എഴുതാൻ എന്ത് ചെയ്യും നിങ്ങൾക്ക് പാഠം ഉണ്ടാവും. പിന്നെ നമ്മുടെ സൈബർ സ്പേസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഇന്റർനെറ്റിന്റെ വേൾഡിൽ നമ്മൾ ചെയ്യാൻ പാടുള്ള കാര്യങ്ങൾ എന്താണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താണ്, ഇനി ഇന്നത്തെ കുട്ടികളുടെ നെറ്റ്വർക്കിന്റെ ഇന്റർനെറ്റിന്റെ ഉപയോഗം എത്രത്തോളം എന്താണ് ബാധിക്കുന്നുണ്ട്, അവരെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചാപ്റ്റർ ആയിട്ടുള്ള എന്താണ് നമ്മുടെ ആൻഡ് ദെൻ ഗാന്ധി ഗെയിം എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് 2 ക്വസ്റ്റ്യൻസ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ അതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെലവൻസ് ഓഫ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഇൻ ദ കറന്റ് വേൾഡ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ എങ്ങനെയായിരുന്നു, ഇന്ത്യ ഇൻ ദ ഡ്രീംസ് ഓഫ് ഗാന്ധി എന്ന് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ ചോദിക്കാം. 2 ക്വസ്റ്റ്യൻ അതിനകത്തുനിന്ന് ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇനി അടുത്ത നമ്മുടെ ഗ്രറ്റയുടെ പാഠത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ടെക്നോളജിയുടെ ഉപയോഗം എങ്ങനെയാണ് മനുഷ്യന്റെ ലൈഫിൽ വ്യത്യാസങ്ങൾ വരുത്തുന്നത്, ദെൻ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെ അത് എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും കിട്ടും. അതേപോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ പാഠത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിനകത്തുണ്ട്. നിങ്ങൾ വേറെ എവിടെയും തപ്പിപ്പോണ്ട. കംപ്ലീറ്റ് മെറ്റീരിയൽ നിങ്ങൾക്ക് തരികയാണ്. കംപ്ലീറ്റ് നോട്ട്, ചാപ്റ്റർ വൈസ് നോട്ട് ഉണ്ട്. ദെൻ ഈ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസർ ഉണ്ട്. ഇത്രയും സാധനങ്ങൾ നിങ്ങൾ തരണം. ഗ്രാമറും തരികയാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളിത് പഠിച്ചാൽ മാത്രം മതി. നിങ്ങൾ പഠിച്ചിട്ട് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ ത്രൂ ഔട്ട് ഇത് പോകണം. പക്ക കംപ്ലീറ്റ് ഇത് നിങ്ങൾ പഠിച്ചിട്ടേ പോകാവൂ. നിങ്ങൾ പരീക്ഷ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാമെന്ന് ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ റോഡ് ടു 100K ആണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ എന്ത് ചെയ്യരുത്, മറക്കരുത്. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്, വിത്ത് ആൻസേഴ്സ് ആണ്. നിങ്ങൾക്ക് മാക്സിമം യൂസ്ഫുൾ ആണ്. ഫ്രണ്ട്സിനും കൂടെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യടാ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിൽ വന്ന് ക്വസ്റ്റ്യൻസിൻ്റെ കാര്യം എന്ത് ചെയ്യണം, ഉറപ്പായിട്ട് നിങ്ങൾ പറയണം. ഓക്കേടാ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.